വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അനുബന്ധിച്ച് പുതിയ മന്ദിരം നിർമ്മിക്കും. 55 ലക്ഷം രൂപ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിനായി ചെലവഴിക്കും. മാതൃശിശു സംരക്ഷണ വിഭാഗം ഉൾപ്പെടുന്ന ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങളാണ് പുതിയ ബ്ലോക്കിൽ സജ്ജീകരിക്കുന്നതിനായി പദ്ധതിയിട്ടിരിക്കുന്നത്. മഞ്ഞള്ളൂർ, കല്ലൂർക്കാട്, ആയവന, ആവോലി പഞ്ചായത്തുകളിൽ നിന്ന് രോഗികൾ എത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് വാഴക്കുളത്തുള്ളത്. ഇക്കാരണത്താൽ തന്നെ രാവിലെ മുതൽ നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ ഒപിക്കൊപ്പം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഇവിടെയാണ് നടന്നുവരുന്നത്. ഇത് ആശുപത്രിയിലെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം പരിഗണിച്ചാണ് ജോലിഭാരം കുറയ്ക്കുന്നതിനും ആശുപത്രിയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പുതിയൊരു ഹെൽത്ത് സെന്റർ ആശുപത്രിയുടെ ഒപ്പം ആരംഭിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA മുൻകൈയെടുത്ത് 55 ലക്ഷം രൂപ ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചു. നിലവിലെ കെട്ടിടത്തോട് ചേർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നേട്ടാമയ്ക്കൽ പറഞ്ഞു. മഞ്ഞള്ളൂർ പഞ്ചായത്തില് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഉപരി ആവോലി, കല്ലൂർക്കാട്, ആയവന എന്നുള്ള പഞ്ചായത്തുകളിൽ കൂടിയുള്ള ആളുകളാണ് അവിടെ രോഗികളായിട്ട് കൂടുതലായി കടന്നു വരുന്നത്. നമ്മൾ നല്ല രീതിയിലുള്ള അറിവ് സമ്പന്നമുള്ള ഡോക്ടേഴ്സിനെ അവിടെ നിയമിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കിട്ടുന്നുണ്ട് അവിടെ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ കൂടുതലായിട്ട് നമുക്കറിയാം മാതൃശിശു ക്ഷേമമായി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനം കൂടി ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നുമുണ്ട്. ഒരു കൃത്യമായ രീതിയിലുള്ള ഹെൽത്ത് പ്രവർത്തനം നടക്കുന്നില്ല. അതിനുവേണ്ടി നമ്മുടെ ആരാധനായ മോച്ച MLA-യുടെ നേതൃത്വത്തിൽ ഒരു 55 ലക്ഷം രൂപയോളം അനുവദിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്ത് സെൻ്റർ കൂടി അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തെയും രണ്ടായി തരംതിരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് നോക്കുന്നത്. വയോജന ഭിന്നശേഷി സൗഹൃദ മാതൃകയിലായിരിക്കും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. മാതൃശിശു സംരക്ഷണ വിഭാഗം, പ്രതിരോധ കുത്തിവയ്പ്, ജീവിതശൈലി രോഗ ചികിത്സ എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.